ഇതാണ് ICE ട്രെയിന്. ഭയങ്കര ഫ്ലൈറ്റിനൊക്കെ പോലെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടത്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അതേപോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയുന്നത് കേട്ടത്. ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാലോ? യെസ്, കാണിച്ചു തരാം എങ്ങനെയാണ് ഓട്ടോബാൻ. ജർമ്മനിയിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഇല്ല. നമുക്ക് എത്ര സ്പീഡിൽ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റും അത്രയും സ്പീഡ് കൊണ്ടുപോകാം. നോ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചെറുതിന് €1, കുറച്ചും കൂടി വലുതിന് €2, €3, €4. നമ്മുടെ കൂടെ ഒരാളുണ്ട്. ആരുഷ്. വിച്ച് ക്ലാസ്? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എൻ്റെ വിസയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഹാംബർഗിലാണ്. ഹാംബർഗിലെ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് ഒരു ഔട്ട്ലെറ്റിലേക്ക് പോവാണ്. 1-2 സാധനം വാങ്ങിക്കണം, എൻ്റെ ഷൂ ചേഞ്ച് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിത് അങ്ങോട്ട് പോവാണ്. എൻ്റെ ഫ്രണ്ടും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് ഹാംബർഗ് റെയിൽവേ സ്റ്റേഷൻ. ഒരുപാട് ട്രെയിൻ വരുന്ന, ഇത് ICE വൈറ്റ് കളർ എന്ന് പറയുന്ന ICE. അത് നല്ല സ്പീഡ് പോകുന്ന ട്രെയിനാണ്, ഹൈ സ്പീഡ് ട്രെയിനാണത്. ഇതേതാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ICE ഉണ്ട്, SC ഉണ്ട്, RE ഉണ്ട്, EC എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ട്രെയിനുകൾ ഇവിടെ കാറ്റഗറി ഉണ്ട്. ഇത് കാണുന്ന ഏതൊക്കെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ICE പറഞ്ഞാൽ കണ്ടാൽ അറിയാം, കാരണം അതൊരു സ്പെഷ്യൽ ട്രെയിനാണ്. അതിൻ്റെ കളറ് വൈറ്റാണ്. അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും കൂർത്ത് കിടക്കുന്നുണ്ടാവും, ഹൈ സ്പീഡ് പോകുന്നുണ്ട്. ഇപ്പോൾ പോകുന്ന നോക്കണ്ട, ഇത് വിട്ട് കഴിഞ്ഞാൽ ഒരു പോക്ക് പോകാനുണ്ട്. ഇത് മക്കളെ, ചില റെയിൽവേ സ്റ്റേഷൻ ഇതൊരു ICE ആണ്. ചില സമയത്ത് റെയിൽവേ പാളത്തിൻ്റെ അവിടെയൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിക്കുമ്പോൾ ഒരു ട്രെയിൻ മിന്നൽ പോലെ പോകുന്ന കാണാം. അതൊരു ICE പറഞ്ഞൊരു പോക്ക് പോകുന്നതാണ്. ഇതാണ് ICE. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ വരാൻ ഇനിയൊരു 10-15 മിനിറ്റ് ഉണ്ട്. നമ്മൾ ട്രെയിൻ പിടിച്ചിട്ട് വേണം ഔട്ട്ലെറ്റിലേക്ക് പോകാൻ. ഞാൻ ബെർലിനിൽ ഔട്ട്ലെറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഹാംബർഗിലുള്ള അതിൻ്റെ ഔട്ട്ലെറ്റിലാണ്. ബ്രാൻഡഡ് ഐറ്റംസ് വില കുറഞ്ഞ് കിട്ടുന്ന സ്ഥലമാണ്. ഒരു 30% ഒക്കെ ഓഫിൽ കിട്ടുന്ന സ്ഥലം, 50-30% ഒക്കെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അതാ പുള്ളിക്കാരിയാണ് എന്നെ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇവരുടെ വീട്ടിൽ എന്നെ കൊണ്ട് ഇപ്പോൾ ഔട്ട്ലെറ്റിലേക്ക് പോവുകയാണ്. ആളുടെ പേര് അനീറ്റ കാൽവൈറ്റ് എന്നാണ്. മലേഷ്യനാണ്, പക്ഷെ ഇവിടെ സെറ്റിൽഡാണ്. ഇവിടെ 10-30 വർഷമായിട്ട് ഇവിടെ സെറ്റിൽഡാണ്. ഇതാരാണ് നിൽക്കുന്നത്? അടിപൊളി പരസ്യമാണല്ലോ. ഇതാണ് ICE ട്രെയിന്. ഭയങ്കര ഫ്ലൈറ്റിനൊക്കെ പോലെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടത്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അതേപോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയുന്നത് കേട്ടത്. ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാലോ? യെസ്, അടഞ്ഞു. കയറി വെക്കാൻ സമയമില്ല, സംഭവം ക്ലോസായി. അതിൻ്റെ സ്റ്റെപ്പൊക്കെ മടങ്ങുന്നുണ്ടോ ഓട്ടോമാറ്റിക്. ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. 1 എഴുതിയത് ഫസ്റ്റ് ക്ലാസ് ആണോ? യെസ്. ICEൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടാവുക. ഇതിലൊക്കെ ആളുണ്ട് കേട്ടോ, ഫുള്ളാണ്. ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. 2 എഴുതിയത് സെക്കൻഡ് ക്ലാസ്, നേരത്തെ കണ്ടത് ഫസ്റ്റ് ക്ലാസ്. ICE
ഞാനിപ്പോൾ ഹാംബർഗിലാണുള്ളത്, ജർമ്മനിയിൽ. ഇപ്പം അതിൻ്റെ ആദ്യമായിട്ടാണ് ഞാനൊരു ഓട്ടോബാനിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഓട്ടോബാൻ. ജർമ്മനിയിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഇല്ല. നമുക്ക് എത്ര സ്പീഡിൽ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റും അത്രയും സ്പീഡ് കൊണ്ടുപോകാം. നോ സ്പീഡ് ലിമിറ്റ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. സുരേന്ദ്ര. I am here with my friend Fayaz. Yeah, I am going now, taking to a very good place. So we are now on the autobahn. There is no speed limit. We can go somewhere around 200, 250 is also possible, but we have to keep up the safety and the distance with the other vehicles. What is the maximum speed of this vehicle? It can go up to 250, but I may go up to 200 max. നമ്മൾ പോകുന്നത് ജാഗ്വറിലാണ്. അടിപൊളി വണ്ടിയാണ്. ഇറ്റ്സ് സൂപ്പർ കാർ. നൗ വാട്ട്സ് ദ സ്പീഡ്? 150. 200 is usually he's traveling 200 km/h. Anyway, nice experience. കേട്ടിട്ടുള്ളൂ ജർമ്മനിയിൽ സ്പീഡ് ലിമിറ്റ് ഇല്ലാന്ന്. ഞാനിപ്പോൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഭയങ്കര വെയിലാണ്. വെയിലും മഴയും ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ്. ഇന്ന് തന്നെ ഒരുപാട് തവണ വെയിൽ വന്നു, ഒരുപാട് തവണ മഴ പെയ്തു. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നുണ്ട്. നമ്മൾ ഓട്ടോബാനിൽ ഇറങ്ങാണ്. യെസ്, കഴിഞ്ഞു. നമ്മുടെ ഓട്ടോബാൻ കഴിഞ്ഞു. ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം. ഇവിടെ ഹലോവിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എന്തിനാ വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര ക്യൂ ആണല്ലോ. ഓ, ഇറ്റ്സ് സോ ഡേർട്ടി. ഇതാണ് സംഭവം. ഒറിജിനൽ. മഴ പെയ്തത് കാരണം This cannot be eaten. ഇത് കഴിക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഫോർ ഡെക്കറേഷൻ മാത്രമാണ്. ഇത് ഭയങ്കര സോറായിരിക്കും. ബിറ്റർ ടേസ്റ്റ്. ദിസ് ഈസ് നമ്മുടെ കയ്പൻ്റെ വേറൊരു ഇതാട്ടോ. ബിറ്റ് നമ്മുടെ കയ്പല്ലേ, നമ്മുടെ നാട്ടിലെ കയ്പൻ്റെ വേറൊരു ഫോമാണത്. ഭയങ്കര കയ്പായിരിക്കും. ഇത് നോക്ക്. ദിസ് can be eaten or you can eat, right? That one also. ഒരുപാട് അങ്ങോട്ട് പോകാനുണ്ട്. പക്ഷേ it will be very dirty. Where are they? They are there. വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചെറുതിന് €1, കുറച്ചും കൂടി വലുതിന് €2, €3, €4, അങ്ങനെ €10 വരെ ഉണ്ടെന്ന് തോന്നുന്നു. 10 അല്ല, €1 മുതലാണ് സ്റ്റാർട്ടിങ്. ചെറുതിന് €1. പിന്നെ ഇവിടെ കുറേ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം മത്തൻ കൊണ്ടൊരു കളിയാണല്ലോ. How can I go there? We can go through this way. Gibt's hier noch einen Sauber? Ja. പിരമിഡ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റാന്ന് തോന്നുന്നു ഹോളോവിൻ പരിപാടി. പിരമിഡ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമുക്ക് പോകുമ്പോൾ നമുക്ക് ഒന്ന് വാങ്ങിച്ചിട്ട് പോവാം. ഓ, ഇതൊക്കെ അവിടുന്ന് ആ കൃഷിസ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിച്ചാന്നാണ് തോന്നുന്നത്. യെസ്, വി ക്യാൻ ഗോ ഇൻസൈഡ്. Nach vorne geht. Nicht so. നമ്മുടെ കൂടെ ഒരാളുണ്ട്. What's your name? Arush. Yeah, which class? Second standard. He's very smart. Is this your frog? No? What is the name? Philip. Flip. Yeah. Stand there. I'll take a picture. Yeah. Go and stand there. You also. Yes. Nice. Cute smile. So സംഭവം അടിപൊളിയല്ലേ? What they are going to do with these things? Give me a cake. And For Halloween, they are going to make cake. yeah, make cake. Sometimes they take the different design. They just Okay. put in front of the house. In front of the house, they are keeping for decoration. What do they make? They take the rehearsal dance. ഇതുകൊണ്ട് അവർ കേക്ക് ഉണ്ടാക്കും, പിന്നെ അവരെ വീട് ഡെക്കറേറ്റ് ചെയ്യും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതുകൊണ്ട് അവർ ചെയ്യുക ഹോളോവിൻ്റെ ഭാഗമായിട്ട്. They take the flash. I mean, inside the. Yeah. Like the cake, drawing. ഡ്രോയിങ്. They ഓക്കെ put a light inside that. That's only the for that. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെ കൊണ്ട് ചെയ്യുന്നത്. Like we saw that. അപ്പോൾ What we saw that in front of the entrance. ഇവിടെ എന്താ കളിക്കുന്ന സാധനം കാണുന്നുണ്ടല്ലോ. ചെളിയില്ലാത്ത ഭാഗത്തൂടെ, ഇത് ചെളി കൂടെ നടക്കാൻ വേണ്ടി അവർ മരത്തിൻ്റെ പീസ് കൊണ്ടിട്ടിട്ടുണ്ട്. പക്ഷെ ചില ഭാഗങ്ങളിലൊക്കെ എന്നാലും ചെളിയാണ്. ഇവിടെ കോഫി ഷോപ്പുണ്ട്, കേക്ക് വെക്കുന്ന ഷോപ്പുണ്ട്. ടെമ്പറേച്ചർ അടിപൊളിയാണ്, കൈ തണുത്ത് വിറയ്ക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, പരിപാടി അടിപൊളിയാണ്. കുറേ ആളുണ്ട്, അതാണ് ഒരു വൈബായത്. ഇവിടെ എന്തോ ഒരു സാധനം ഇതൊക്കെ ജർമ്മൻ പീപ്പിൾ ആട്ടോ, അല്ലാത്തവർ വളരെ റയറാണ്. ദ ഡിസൈൻ You see that? Some like that, the cabbage. That's why not for eating. ഇത് ഡിസൈൻ ആണ്, ജസ്റ്റ് ഫോർ ഡെക്കറേഷൻ ആണ്. ചിലതൊക്കെ ഡെക്കറേഷൻ പർപ്പസ് ആണ്, കഴിക്കാൻ പറ്റില്ല. ഇത് കഴിക്കാൻ പറ്റും. ദിസ് വൺ ഈറ്റബിൾ, റൈറ്റ്? എഡിബിൾ. Yeah, that's common. ദിസ് വൺ ഗ്രീൻ നോട്ട് എഡിബിൾ. Elas were landed in the zoo. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഉണ്ട് തൊട്ടടുത്ത്. ഇവിടെ കേക്ക് വെക്കുന്നുണ്ട്, അത് വാങ്ങിക്കാനുള്ള ക്യൂ ആണ് കാണുന്നത്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെ തരത്തിലുള്ള കേക്ക് അവിടെ വിൽക്കുന്നത്. ഇമ്മാതിരി ക്യൂ ആണ്, ഭയങ്കര ക്യൂ ആണ്. ഇതാണ് കേക്ക്സ്. ഈ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ കാത്തിക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ വാങ്ങിക്കാൻ പച്ചക്കറികളൊക്കെ ഉണ്ട്, ഫ്രഷ് പച്ചക്കറികളുണ്ട്. പിന്നെ ഇവിടെ പിക്കിൾ, നമ്മൾ ഇറച്ചി ഉപയോഗിച്ചിട്ട് അച്ചാറുണ്ടല്ലോ പിക്കിൾ, അതിൻ്റെ വേറൊരു ഫോമാണ്. ഇവിടെ എരിവും പുളിയൊന്നും ഉണ്ടാവില്ല, അവരെന്തോ അച്ചാറിലിട്ടാണ്. വെള്ളത്തിലിങ്ങനെ ഇറച്ചി കാണുന്നുണ്ട്, എന്തിൻ്റെ ഇറച്ചിയാണെന്ന് അറിയില്ല.
ഇറച്ചി തന്നെയല്ലേ കണ്ടിട്ട്? ആ, ഫ്ലഷാണ്. ഇതുവരെ കാണാത്ത ഓരോ ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്ന് പടച്ചവനറിയാം. എൻ്റെ പുറകിൽ കാണുന്നത് ഹാംബർഗിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എൻ്റെ വിസയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഷെങ്കൻ റൂൾ അനുസരിച്ച് 90 ഡേയ്സ് മാക്സിമം ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. 90 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ഷെങ്കൻ ആയിരിക്കണം. അത് ഞാൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരെനിക്ക് രണ്ടാമതൊരു ഷെങ്കൻ തരില്ല. അപ്പോൾ തിരിച്ച് ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അടുത്തൊരു ഷെങ്കൻ എടുക്കാനും എൻ്റെ UK വിസ ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാല്ല 3 ഡേയ്സ് കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിലെത്തും. കുറച്ച് ദിവസം ഞാൻ ഇന്ത്യയിലുണ്ടാവും. അപ്പോൾ നമുക്ക് നേരിട്ട് കാണണം, തീർച്ചയായിട്ടും നേരിട്ട് കാണണം.